ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി എന്നത് സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ കാന്തപുരം ഉസ്താദ് പരിഗണിക്കപ്പെടുന്നതിൽ വലിയൊരു കാരണമാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും യമനികൾ പങ്കുവഹിച്ചിട്ടുണ്ട്. മമ്പുറന്തങ്ങളുടെ മകനെ ബ്രിട്ടീഷുകാർ നാടുകടത്തുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കരുത്തു പകരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. മാർക്കോ പോളയെ പോലെ, ബർബോസയെ പോലെ, വർത്തോമയെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ സഞ്ചാര അനുഭവങ്ങൾ എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളും ഇതര സമൂഹങ്ങളൊക്കെ ജീവിച്ചിരുന്ന, വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിച്ചിരുന്നതിനെക്കുറിച്ചും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നതിനെക്കുറിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. നമ്മളാരും ക്രെഡിറ്റ് എടുക്കേണ്ട ഒരു സംഗതിയല്ല ഇത്. ഇതിൻ്റെ ക്രെഡിറ്റ് തലാലിൻ്റെ കുടുംബത്തിനാണ്. നോക്കൂ, അവരുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടു, അവരുടെ ഒരു മകൻ കൊല്ലപ്പെട്ടു, വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്ത ആൾക്ക് കുടുംബം മാപ്പ് നൽകുക എന്ന് പറയുന്നത്, ആ മാപ്പിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് മാത്രമാണ്. കുടുംബത്തിന് മാപ്പ് നൽകാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തുകയും ആ മാപ്പ് നൽകാനുള്ള സാധ്യത അന്വേഷിക്കുകയും അതിന് കുടുംബത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് കാന്തപുരം ഉസ്താദും ഹബീബ് ഉമറും ചെയ്തത്. അത് ഇസ്ലാമിക ശരിയ നിയമത്തിൻ്റെ ഉള്ളിലുള്ള മഹത്തായ, മതപരമായി കൂടി വളരെ മഹത്തായ ഒരു പ്രവർത്തനമാണ്. മതപണ്ഡിതനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ജവാദ് മുസ്തഫവിയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ യമനിലെ പണ്ഡിത കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ഇടപെടൽ നടത്തുകയും അതിന് പിന്നാലെ കാന്തപുരം യമൻ ബന്ധം എന്ന രൂപത്തിൽ വിശാലമായ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട യമനിലെ പ്രധാനപ്പെട്ട സൂഫി വര്യനായ ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള അവിടുത്തെ ശിഷ്യനായ ഒരാളെന്ന നിലക്ക് കേരളത്തിൽ നിന്നുള്ളൊരു മതപണ്ഡിതന് യമനിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ ഇടപെടാൻ കഴിയുന്നതിലെ സ്വാധീനം അതെന്താണ് എന്നുള്ളത്? കാന്തപുരം ഉസ്താദ് യമനിലെ കോടതിയെ സ്വാധീനിക്കുകയല്ല ചെയ്തത്, മറിച്ച് യമനിലെ ഭരണകൂടം ഫോളോ ചെയ്യുന്നത് ശരിയ ലോ ആണ്. ശരിയ ലോയിൽ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുടുംബത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയുമെന്നത്. അപ്പോൾ ആ കുടുംബവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നടത്തുകയും കുടുംബത്തെ മാപ്പ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് കാന്തപുരം ഉസ്താദ് ചെയ്തത്. ഇതിൽ കാന്തപുരം സ്റ്റേറ്റ് എന്നുള്ളത് എപ്പോഴും സ്റ്റേറ്റിനെ കൊണ്ടെല്ലാം സാധിക്കുമെന്നതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ സ്റ്റേറ്റിന് സാധിക്കാത്തത് മറ്റ് സംവിധാനങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ പോലും അവരുടെ ഇൻ്റർനാഷണൽ പോളിസികളുടെ ഫോർമേഷനിൽ പുറത്തു നിന്നുള്ള, ഇപ്പോൾ പല കോർപ്പറേറ്റ് ലോബിയിങ് ഗ്രൂപ്പുകൾ, ഇങ്ങനെ പലരുടെയും, ചില മതപണ്ഡിതന്മാർ, ബിസിനസ് ടൈക്കൂണുകൾ, ഇങ്ങനെ പലരുടെയും സ്വാധീനവും മറ്റുമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ കാന്തപുരം ഉസ്താദ് എന്നുള്ളത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നത് മറ്റ് രാജ്യങ്ങളെക്കാൾ ഉപരി, മറ്റ് രാജ്യങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു സ്വീകാര്യത, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി എന്നത് സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ കാന്തപുരം ഉസ്താദ് പരിഗണിക്കപ്പെടുന്നതിൽ വലിയൊരു കാരണമാണ്. ഉസ്താദിൻ്റെ ആഗോള ബന്ധങ്ങൾ ഇപ്പോൾ പല മുസ്ലിം രാജ്യങ്ങളുമായിട്ടും, ഇപ്പോൾ ഈജിപ്തിലെ ഇപ്പോഴത്തെ മുസ്ലിം മതകാര്യമന്ത്രി ഷെയ്ഖ് ഉസാമ, അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് പറയാം. അദ്ദേഹം ഹദീസിൻ്റെ ഇജാസത്തുകൾ, സനദുകൾ വാങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയും കാന്തപുരം ഉസ്താദിൽ നിന്നും ഖലീൽ തങ്ങളിൽ നിന്നുമൊക്കെ ഹദീസുകൾ പാരായണം ചെയ്ത് ശിഷ്യത്വം സ്വീകരിച്ച് തിരിച്ചുപോയ ആളാണ്. അതുപോലെ ഇപ്പോഴത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ദാത്തോ, അദ്ദേഹം തൻ്റെ ആത്മീയ ഗുരുവായി കാണുന്ന ഒരാൾ കാന്തപുരം ഉസ്താദാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മലേഷ്യയുടെ പരമോന്നത പുരസ്കാരമായ ഹിജ്റ അവാർഡ് കാന്തപുരം ഉസ്താദിന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആദരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള വിശാലമായ ഒരു ആഗോള ബന്ധം ഉസ്താദിനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ ഫോർമൽ ഡിപ്ലോമാറ്റിക് സിസ്റ്റം ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുത്ത അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്നു, നമ്മുടെ രാഷ്ട്രത്തെ സഹായിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു മതപണ്ഡിതൻ യമനിലെ മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ എങ്ങനെയാണ് അവിടെ നടന്നൊരു ക്രൈമിൽ
ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഉസ്താദിൻ്റെ ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുന്ന ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളത്. അല്ല, ഉസ്താദിൻ്റെ വളരെ ആത്മബന്ധമുള്ള ഈ സൂഫി പണ്ഡിതനും ഷെയ്ഖ് ഹബീബ് ഉമറും ഇതിൽ ചെയ്യുന്നത് കുടുംബത്തെ മാപ്പ് കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മാപ്പ് ഒരാൾക്ക് വെറുതെ മാപ്പ് കൊടുക്കാം, പക്ഷെ ഇതങ്ങനെയല്ല. നമുക്ക് ശിക്ഷിക്കാൻ അർഹതയുള്ള, ശിക്ഷിക്കാൻ അധികാരമുള്ള ഘട്ടത്തിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയുടെ കൂടി ഭാഗമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വലിയൊരു പുണ്യപ്രവർത്തനമാണ് മാപ്പ് കൊടുക്കുക. ഒരുപാട് മഹത്വങ്ങൾ അതിനെക്കുറിച്ച് കാണാം. ഇപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങളിൽ അള്ളാഹുവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. പക്ഷെ മനുഷ്യനുമായിട്ടുള്ള അബദ്ധങ്ങൾ മനുഷ്യനിൽ നിന്ന് തന്നെ മാപ്പ് നേടേണ്ടതുണ്ട്. അത് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കില്ല. മനുഷ്യൻ എപ്പോഴാണോ മാപ്പ് നൽകുന്നത് അപ്പോഴാണ് അള്ളാഹു ആ വിഷയത്തിൽ മാപ്പ് നൽകുക എന്നതാണ് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലുള്ള ഒരു തത്വചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ മാപ്പ് നൽകാൻ വേണ്ടി കുടുംബത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും യമനിലുള്ള അത്രയും സ്വാധീനമുള്ള ഹബീബ് ഉമറിനെ പോലുള്ള ഒരു സൂഫി പണ്ഡിതന് അവിടെയുള്ള ഒരു കുടുംബവുമായി സംസാരിക്കാൻ കഴിയുന്നുള്ളത് എളുപ്പമാണ്. ഉസ്താദിൻ്റെ ഈ പണ്ഡിതനുമായുള്ള ബന്ധവും ആ പണ്ഡിതൻ്റെ യമനിലുള്ള സ്വാധീനവുമാണ് ഇതിലെ നിർണായക ഘടകം. ഇതിൽ സ്റ്റേറ്റിൻ്റെ പരിമിതി എന്നുള്ളത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് സമാനമായി ഈ കേസിലുണ്ടായിരുന്നു. അവിടെ ഇസ്ലാമിക ഭരണകൂടം എന്ന നിലക്ക് ഒരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഹൂത്തികളായ ആളുകളുടെ കീഴിലാണ് അവിടുത്തെ അധികാര സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മതപണ്ഡിതൻ ഇടപെടുന്ന സമയത്ത് ഈ ജിനായത്ത് കോടതിയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ ഇത്തരം കാര്യങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് രൂപം എന്താണെന്നുള്ളത്? യമനിൽ നിലവിൽ 2017 മുതൽ അല്ലെങ്കിൽ 16 മുതൽ അരക്ഷിതമായൊരു രാഷ്ട്രീയ കാലാവസ്ഥ യമനിലുണ്ട്. ഇപ്പോൾ യമൻ ഞാൻ യമനിൽ പോകുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ ഹബീബ് ഉമറിൻ്റെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് 2 വർഷത്തോളം പഠിച്ചത്. ഞാൻ പോകുന്ന സമയത്ത് യമൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ സനയിലായിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് മരുഭൂമികളൊക്കെ താണ്ടിക്കടന്നുകൊണ്ടുള്ള യാത്രയാണ്. ഏകദേശം 12-13 മണിക്കൂറോളം നീണ്ട യാത്രയാണ് തരീമിലേക്ക്. തരീം എന്ന് പറയുന്നത് ഹലർമൗത്ത് സ്റ്റേറ്റിലാണ്. എന്നാൽ ഇന്ന് സന എന്ന് പറയുന്നത് സൗത്ത് യമൻ, നോർത്ത് യമൻ മറ്റൊരു രാജ്യവും, ഹലർമൗത്ത് തരീം എന്ന് പറയുന്നത് സൗത്ത് യമൻ എന്നുള്ള മറ്റൊരു രാജ്യവുമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു അന്താരാഷ്ട്ര സമൂഹം 2 രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതിനുള്ളിൽ അങ്ങനെയാണ് നിലവിൽ. ഇപ്പോൾ ഒരു മാവോയിസ്റ്റ് അധിനിവേശ പ്രദേശമൊക്കെ പോലെ കാണാം. യമനിൻ്റെ ഉള്ളിൽ തന്നെ നോർത്ത് യമൻ ഒരു ഹൂത്തി അധിനിവേശം, അവിടെ ഹൗസി എന്നാണ് പറയുക, ഹൗസി അധിനിവേശ പ്രദേശമാണ്. അപ്പോൾ ഈ 2 ഭരണകൂടങ്ങൾ യമനിൻ്റെ ഉള്ളിലുണ്ട്. ഹൗസി പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഹൂത്തികൾ എന്ന് പറയുന്ന അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാവില്ല, എംബസികൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. ഇതിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു സൗഹൃദത്തിലൂടെയുള്ള ഇടപാടുകൾ മാത്രമേ നമുക്ക് സാധ്യവുമാകുള്ളൂ. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കാത്തൊരു രാജ്യത്തോട് ഇന്ത്യക്ക് നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് കഠിനമായൊരു കാര്യമാണ്. കാന്തപുരം ഉസ്താദിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഒരു മതപണ്ഡിതൻ തൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് കേരളത്തിലെ തന്നെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലുള്ളത് കാണാം. ഇപ്പോൾ സാമൂതിരി മഖ്ദൂമിൻ്റെ സഹായം വിദേശ രാജാക്കന്മാരുമായി ബന്ധപ്പെടുന്നതിന് തേടുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അറക്കൽ രാജകുടുംബം ഓട്ടോമൻ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുന്നതും ആ കാലഘട്ടത്തിലുള്ള മതപണ്ഡിതന്മാരുടെ സഹായത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, അന്നത്തെ ഒരു വലിയ ബന്ധം, ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം ഫതുഹുൽ മുഈൻ എഴുതുന്നു. ഈ ഫതുഹുൽ മുഈനിൽ അദ്ദേഹം അന്ന് പല ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഫതുഹുൽ മുഈൻ എന്നുള്ളത് ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഈ ഖുറത്തുൽ ഐനിൻ്റെ മറ്റൊരു വ്യാഖ്യാനം പിൽക്കാലത്ത് എഴുതുന്നത് ജാവയിലുള്ള നവവി അൽ ജാവി എന്ന് പറയുന്നൊരു പണ്ഡിതനാണ്. ഒരു സൊമാലിയക്കാരൻ അതിനെ അധികരിച്ച് ഗ്രന്ഥം എഴുതുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ കേരളത്തിലുള്ള പൊന്നാനിയിലുള്ള ഒരു പണ്ഡിതൻ്റെ പുസ്തകത്തിന് വ്യാഖ്യാനവും മറ്റുമൊക്കെ എഴുതുന്നുണ്ട്. പൊന്നാനിയിലുള്ള പണ്ഡിതൻ ലോകത്തെ പല രാജ്യങ്ങളിലുള്ള പുസ്തകങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരുടെ ആഗോള ബന്ധങ്ങൾ പണ്ട് മുതലേ, ഇപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. കോഴിക്കോട് ഒരു കാലത്ത്, ഇപ്പോൾ ഈ മാർക്കോ പോളയെ പോലെ ഇബ്നു ബത്തൂത്തയൊക്കെ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നത് തന്നെ, കോഴിക്കോട് ഒരുപാട് ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ചുരുങ്ങിയത് 5 ഭാഷ വേണമായിരുന്നു ഒരാൾക്ക് കോഴിക്കോട് അതിജീവിച്ച് പോകാൻ. അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരുടെ എപ്പോഴും ഈ യാത്രകളും കൊടുക്കൽ വാങ്ങലുകളും വൈജ്ഞാനികമായ ബന്ധങ്ങളും ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. കാന്തപുരം ഉസ്താദിൻ്റെ ആഗോള ബന്ധങ്ങൾ രൂപപ്പെടുന്നത് തന്നെ മക്കയിൽ നിന്നാണ്.
മക്കയിൽ ഈ ഹജ്ജിന് ഇപ്പോൾ ഹജ്ജ് നിർബന്ധമായൊരു യാത്ര മുസ്ലിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഹജ്ജ് യാത്രകളുടെ ഘട്ടത്തിൽ മക്കയിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടും. അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് ഉസ്താദിൻ്റെ ബന്ധം. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യാനന്തരമുണ്ടായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കൈപിടിച്ചുയർത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിന് ലോകതലത്തിൽ അംഗീകാരം ലഭിക്കുന്നു. അദ്ദേഹം ഇവിടെ ആരംഭിച്ച പല മൂവ്മെൻറ്റുകളും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന യമനിലെ തന്നെ മുൻ പ്രസിഡന്റ് അബ്ദുള്ള സ്വലാഹിനെ പോലെയുള്ള ആളുകൾ, ജോർദാൻ രാജാവ്, മൊറോക്കോയിലെ മുഹമ്മദ് രണ്ടാമൻ രാജാവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഈജിപ്തിലൊക്കെയുള്ള മന്ത്രിമാർ, മലേഷ്യയിലെ തന്നെ മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള മഹാദിർ മുഹമ്മദ്, നജീബ് റസാഖ്, പിന്നെ ഉസ്ബെക്കിസ്ഥാനിലുള്ള സുപ്രീം ഇമാം റഹ്മത്തുള്ള തിർമിദി, ചെച്നിയൻ പ്രസിഡന്റ് റംലാൻ കദിറോവ്, ഇവരൊക്കെയും ഉസ്താദുമായിട്ട് അഗാധമായ ബന്ധം സ്ഥാപിക്കുകയും ഇവരിൽ പലരും തങ്ങളുടെ ആത്മീയ ഗുരുവായിട്ട് കാന്തപുരം ഉസ്താദിനെ കാണുന്നൊരു സാഹചര്യം പോലുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ യാത്രകൾ, അത് ചരിത്രത്തിലെ മതപണ്ഡിതന്മാരുടെ ചര്യയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ വിഷയത്തിന് പിന്നാലെയാണ് ഈ യമനിൽ നിന്നുള്ള സൂഫി വര്യനായ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ മലയാള മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ പോയി പഠിച്ച അവരുടെ ശിഷ്യൻ എന്ന നിലക്ക് ഈ യമൻ കേരള ഒരു ഇസ്ലാമിക് കൾച്ചർ കണക്ഷൻ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് മലയാളത്തിൽ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി യമൻ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുന്നത്? ഈ കേരളത്തിൽ നിന്ന് ഉപരിപഠനത്തിനായിട്ട് പല രാജ്യങ്ങളിലും പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഞാനൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്ന ആളാണ്. സെൻട്രൽ ഏഷ്യയിൽ പോകുന്നുണ്ട്, UK പോകുന്നുണ്ട്, USA പോകുന്നുണ്ട്. യമനിൽ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന മേഖലകൾക്ക് ആളുകൾ യമനിലും പോകുന്നു എന്നുള്ളതാണ്. യമനുമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബന്ധമുണ്ട് കേരളത്തിന്. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു വൈജ്ഞാനിക പാരമ്പര്യത്തെ വികസിപ്പിച്ചതിൽ പോലും യമനിന് വലിയ പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മഖ്ദൂം, അവരുടെ താവഴി പോലും യമനിൽ നിന്നാണ്. യമനിൽ നിന്ന് തമിഴ്നാട് വഴിയാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ലൈബ്രറി സ്ഥാപിക്കുന്നത് അവരാണ്. ഇപ്പോൾ പള്ളികളിൽ ലൈബ്രറി, മഖ്ദൂം അത്രയും ഗ്രന്ഥങ്ങൾ, അത്രയും രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം ഒരു രചനയ്ക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ 14-15 നൂറ്റാണ്ടിൽ അത്തരമൊരു ലൈബ്രറി നമുക്ക് കേരളത്തിൽ വേറെ കാണാൻ കഴിയില്ല. പുസ്തകങ്ങൾ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം മഅ്ദിൻ അക്കാഡമിയിൽ പോയപ്പോൾ എനിക്ക് ഖലീൽ തങ്ങൾ ഒരു ലൈബ്രറി കാണിച്ചു തന്നു. അപ്പോൾ അവിടെയുള്ള ഗ്രാൻഡ് മസ്ജിദിൻ്റെ മുകളിൽ വിശാലമായ ലൈബ്രറിയാണ്. അപ്പോൾ ഈ പള്ളികളിൽ ലൈബ്രറി എന്നുള്ളൊരു പാരമ്പര്യം വരുന്നത് തന്നെ നമുക്ക് യമനിൽ നിന്നാണ്. യമനിൽ എല്ലാ പള്ളികളിലും ലൈബ്രറികൾ ഉണ്ടാകും. അങ്ങനെ നമ്മളെ ഷെയ്പ്പ് ചെയ്തെടുത്തതിൽ വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് യമനിൽ നിന്ന് വന്ന സൂഫികളാണ്. മമ്പുറം തങ്ങൾ, കോഴിക്കോട് ജിഫ്രി തങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സന്ധ്യാസമയത്ത് പള്ളികളിൽ, വീടുകളിൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു റാത്തീബ് ചൊല്ലും. ഇത് യമനിലുള്ള ഇമാം ഹദ്ദാദ് രചിച്ചതാണ്, കോർത്തതാണ് ഈ ദൈവസ്മരണകൾ കോർത്തിണക്കിയ റാത്തീബ്. ഇത് പാരായണം ചെയ്യും. അങ്ങനെ നമ്മളുടെ കൾച്ചർ ഷേപ്പ് ചെയ്തതിൽ യമനികൾക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും യമനികൾ പങ്കുവഹിച്ചിട്ടുണ്ട്. മമ്പുറം തങ്ങളുടെ മകനെ ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കരുത്തു പകരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. പിന്നീട് അദ്ദേഹം തുർക്കിയിലും ഒമാനിലുമൊക്കെയായി, ഒമാൻ ഗവർണറായി. അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലാണ്. ഇങ്ങനെ കേരളവും യമനും തമ്മിലുള്ള ബന്ധങ്ങൾ അത് മതപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയമായും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വർത്തമാന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ സ്വാധീനിച്ച ബന്ധം കൂടിയാണ് യമനിൽ നിന്ന് വന്ന ആളുകളുടെ ബന്ധം. ഈ യമനിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഗുരു കൂടെയായ ഉമർ ബിൻ ഹഫീദിൻ്റെ ഒരു പ്രൊഫൈൽ എന്നുള്ളത് ഈ വിഷയത്തിന് പിന്നാലെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു പദ്ധതി എന്താണ് സ്വാധീനം? അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള ഒരു സൂഫി പണ്ഡിതനാണ്. ഇപ്പോൾ ആത്മീയ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ പറയുന്നത് തന്നെ ഈ നൂറ്റാണ്ടിലെ ജീലാനിയും ഗസാലിയും എന്നാണ്. ജീലാനി എന്ന് പറഞ്ഞാൽ വലിയൊരു ആത്മീയ വ്യക്തിത്വമാണ്, അബ്ദുൽ ഖാദർ ജീലാനി. ഗസാലി എന്ന് പറയുന്നത് ആത്മീയ നേതാവാണ്, നല്ല തത്വചിന്തകനാണ്. ഇപ്പോൾ ഹബീബ് ഉമർ എന്ന് പറയുന്നത് അപാരമായി ഫിലോസഫിയിലും മറ്റുമൊക്കെ അപാരമായി ജ്ഞാനമുള്ള ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ മലേഷ്യൻ യാത്രാ സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയൊക്കെ ലോകം മുഴുവൻ ആഘോഷിക്കപ്പെട്ടൊന്നായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യനെ അറിയാനും അവരൊക്കെ മനോഹരമായിട്ട് അഭിമുഖീകരിക്കാനും കഴിവുള്ള അത്രയും അഗാധമായ ജ്ഞാനവും ആത്മീയമായ ഉൾക്കാഴ്ചയുമുള്ള ഒരു സൂഫി പണ്ഡിതനാണ് ഹബീബ് ഉമർ. മാത്രമല്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളൊരു നേതാവ് കൂടിയാണ്. ഇപ്പം
അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയും ജോർദാനിലെ റോയൽ സ്ട്രാറ്റജിക് സ്റ്റഡീസും എല്ലാ വർഷവും ലോകത്തേറ്റവും സ്വാധീനമുള്ള മുസ്ലിങ്ങളെ റാങ്ക് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം ഏറ്റവും സ്വാധീനമുള്ള നേതാവായിട്ട് റാങ്ക് ചെയ്തത് ഈ ഷെയ്ഖ് ഹബീബ് ഉമറിനെയായിരുന്നു. 62 രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. ഈ ദാറുൽ മുസ്തഫയുടെ ബ്രാഞ്ചുകൾ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. 100ഓളം രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും കോടിക്കണക്കിന് അനുയായികളുള്ള ഒരു സൂഫി നേതാവാണ് ഹബീബ് ഉമർ. ഈ സൂഫി നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊരു മുസ്ലിം പരിസരത്തിന് അത്ര പരിചിതമല്ലാത്തൊരു വേർഡ് കൂടെയാണ് ഈ സൂഫി പാരമ്പര്യം, അതല്ലെങ്കിൽ സൂഫി നേതാവ് എന്ന് പറയുമ്പോൾ. ഇവിടെയൊക്കെ നമ്മൾ ഉസ്താദ് എന്ന നിലക്കും അതല്ലെങ്കിൽ തങ്ങൾ എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ കേരള മുസ്ലിം പരിസരത്ത് നിന്ന് വിഭിന്നമായി നിൽക്കുന്ന എന്ത് തരം മാറ്റമാണ് ഈ സൂഫി നേതാവ് എന്ന് പറയുമ്പോഴേക്ക് വരുന്നത്? കേരളത്തിൽ സുന്നികളായിട്ട് അറിയപ്പെടുന്ന സമൂഹം, അവരാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക മുസ്ലിങ്ങളെ മൊത്തത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. സുന്നി, ഷിയ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ തന്നെ കുറേ സബ് കാറ്റഗറികളുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള മുജാഹിദ്, ഈ ജമാഅത്തെ ഇസ്ലാമി, ഇതെല്ലാം ആഗോളതലത്തിൽ സുന്നി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ കേരളത്തിലൊക്കെ സുന്നി എന്ന് പറയുന്ന വിഭാഗം, അവരാണ് ശരിക്കും സൂഫി സുന്നികൾ എന്ന് പറയുന്നത്, ഈ ആശയധാര പിന്തുടരുന്ന ആളുകൾ. ഇപ്പോൾ യമനിലുള്ള സൂഫികൾ എന്ന് പറയുന്നത് അതൊരു ആഗോളതലത്തിൽ ഇവരെ സെലഫികളിൽ നിന്നും ബ്രദർഹുഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സൂഫികൾ എന്ന് പറയുന്നത്. അവർ ഒരു സൂഫി പാത, കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നുമല്ലാത്ത, എന്താണ് സൂഫിസം, എന്താണ് തസവുഫ് എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഭാഗമാണത്. അപ്പോൾ ഇവരാണ് സൂഫികൾ എന്ന് പറയുന്നത്. കേരളത്തിലെ സൂഫികൾ എന്നറിയപ്പെടുന്നത് ഇവിടെ സുന്നികൾ എന്നറിയപ്പെടുന്നത്. ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാനാണെങ്കിൽ കേരളത്തിന്റെ മുസ്ലിം പരിസരത്ത് കാണുന്ന വസ്ത്രധാരണ ശൈലിയോ അതല്ലെങ്കിൽ ആരാധനാ ശൈലിയോ അതല്ലെങ്കിൽ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതികളിൽ നിന്നെന്തെങ്കിലും കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യസ്തമായ രീതികളുണ്ടോ എന്ന്? അത്തരം വസ്ത്രധാരണയിലോ അല്ലെങ്കിൽ നമുക്ക് കാണുന്ന രൂപങ്ങളിലോ നിർമ്മിതികളിലോ ഉള്ള വ്യത്യാസമല്ല ഇത്. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പിന്തുടരുന്ന വിശ്വാസ രീതികൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യമനിലെ സൂഫികളാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് പോലും നമ്മളെപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹവുമായിട്ട് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കും. അത്തരത്തിലുള്ള പല കൊടുക്കൽ വാങ്ങലുകളും നമ്മളും യമനിൽ തമ്മിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവിടെയുള്ള സുന്നികൾ തന്നെയാണ് യമനിലുള്ള സൂഫി സുന്നികൾ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ സുന്നി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സൂഫി മുസ്ലിങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ പോയി മതപഠന മേഖലയിൽ ഉപരിപഠനം നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ആ യമനികളായ ആളുകൾക്ക് കേരളത്തെക്കുറിച്ചും വിശിഷ്യ ഇന്ത്യയെക്കുറിച്ചൊക്കെ ഉള്ള അക്കാലത്തെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതും അവിടെ നമ്മളുടെ ഒരു വോയിസ് ഏത് രൂപത്തിലാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അവിടെ അവർക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ച ദാറുൽ മുസ്തഫയുടെ അടുത്ത് തന്നെ റിബാത്ത് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. അവിടുത്തെ ഒരു മാനുസ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരിക്കൽ നോക്കുന്ന സമയത്ത് അതിൽ കണ്ടു 400 വർഷം മുമ്പ് കേരളത്തിൽ നിന്നൊരു പണ്ഡിതൻ അവിടെ വന്നിട്ടുണ്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള മലബാറിൽ നിന്നൊരു പണ്ഡിതൻ വന്നതായിട്ട് അവിടുത്തെ രേഖകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് പ്രപിതാക്കന്മാർ വന്ന് മതപ്രബോധനം നടത്തിയ ഒരു നാടാണ് കേരളം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട ഹബീബ് ഉമർ, അവരുടെ പൂർവ്വ പിതാക്കന്മാർ ഒരുപാട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇപ്പം മമ്പുറം തങ്ങൾ, അവരൊക്കെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജിഫ്രി തങ്ങൾ, അവരൊക്കെയും കേരളത്തിൽ വരികയും ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇടപെടുകയും ചെയ്ത ആളുകളാണ്. ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ മഖ്ദൂം രചിച്ച ഫതുഹുൽ മുഈൻ യമനിലെ പല കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ഈ സമകാലിക ലോകത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ യമനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഇസ്ലാമിക സമൂഹത്തെ രണ്ടായിട്ടാണ് എപ്പോഴും വിഭജിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളവിടുത്തെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ ഷാറൂഖ് ഖാനെ ചോദിക്കും, ചില ആളുകൾ ഷെയ്ഖ് അബൂബക്കറിനെ ചോദിക്കും. അപ്പോൾ കുറച്ചുകൂടി അവിടെ ഈ ആത്മീയ ജീവിതത്തെ നയിക്കുന്ന ആളുകൾക്കിടയിൽ ഷെയ്ഖ് അബൂബക്കറാണ്. എന്നാലൊരു പൊതുസമൂഹം ഷാറൂഖ് ഖാനെ ചോദിക്കും. ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകളായി മധ്യേഷ്യൻ അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളെ വിഭജിക്കാന്ന് ഞാൻ പൊതുവെ പറയാറുണ്ട്. കാന്തപുരം ഉസ്താദ്, അദ്ദേഹം അവർക്കിടയിൽ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്നാണ് അറിയപ്പെടുന്നത്. അറബ് മേഖലകളിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലൊക്കെ, മധ്യേഷ്യ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഏകദേശം ഒരു 10 വർഷം മുമ്പായിരിക്കും അവിടുത്തെ ഒരു മുഫ്തി മരണപ്പെട്ട് മറ്റൊരു മുഫ്തി തിരഞ്ഞെടുക്കുന്നത് വരെയുള്ളൊരു സമയമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സമയത്ത്
അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി ചുമതല താൽക്കാലികമായി വഹിച്ചിരുന്നത് കാന്തപുരം ഉസ്താദായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സ്വാധീനം അദ്ദേഹത്തിന് ആഗോളതലത്തിലുണ്ട്. നിങ്ങൾ ഈ യമനിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് ആളുകളെ കേരളത്തെക്കുറിച്ചും വിശേഷം നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ യമനിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ളൊരു ഇസ്ലാമിക് കൾച്ചർ രൂപപ്പെട്ടത് കേരളത്തിലേക്ക് എങ്ങനെയാണ്? കാരണം ഇപ്പോൾ ഈ സയ്യിദ് അലവി തങ്ങൾ മമ്പറം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നത് കോന്തു നായരാണ്. അതൊക്കെ പിന്നീട് ഒരുപാട് തവണ നമ്മൾ വായിച്ചും പഠിച്ചും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ മമ്പറം തങ്ങൾ ഉൾപ്പെടെയുള്ള യമനി പണ്ഡിതർ കേരളത്തിലേക്ക് വന്നത് വഴി ഇസ്ലാമികമായ ഒരു കൾച്ചർ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഇതിലിപ്പോൾ ഈ മാർക്കോ പോളയെ പോലെ, ബർബോസയെ പോലെ, വർത്തോമയെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ സഞ്ചാര അനുഭവങ്ങൾ എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളും ഇതര സമൂഹങ്ങളൊക്കെ ജീവിച്ചിരുന്ന വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിച്ചിരുന്നതിനെക്കുറിച്ചും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നതിനെക്കുറിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്ലാം വരുന്നത് ഇത്തരം സൂഫി പണ്ഡിതന്മാരിലൂടെയാണ്. അവർ പ്രചരിപ്പിച്ച സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു ഇസ്ലാമായിരുന്നു കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അതല്ലാത്തതൊക്കെ വരുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ്. അതുവരെയും അത്തരത്തിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒന്നും കേരളത്തിലില്ലായിരുന്നു. പിന്നെ ഇന്ത്യയെക്കുറിച്ചും പൊതുസമൂഹത്തിലുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് യാത്രകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ യമനിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും യമനിൽ നിന്ന് മാത്രം വന്നതാണ് കേരളത്തിൽ നിന്ന്. അങ്ങനെയൊന്നുമല്ല, ഇതൊരു തുടർച്ചയാണ്. ഇപ്പോൾ യമനിൽ നിന്ന് വരുന്നത് ബാഅലവി തങ്ങന്മാരാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ കേരളത്തിലേക്ക് ആദ്യം വരുന്ന തങ്ങന്മാർ യമനിൽ നിന്നല്ല, അവർ വരുന്നത് മദീനയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെയാണ്. ഇപ്പം ബുഹാരി കബീല, അവരാണ് കേരളത്തിൽ ആദ്യം വന്ന തങ്ങന്മാർ എന്ന് പറയുന്നത്. അവരുടെ വളപട്ടണത്ത് ജലാലുദ്ദീൻ ബുഖാരി എന്ന് പറയുന്നൊരു ദർഗ കാണാം, വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ. അവരുടെ പൂർവ്വപിതാവ് മറ്റൊരു ജലാലുദ്ദീൻ ബുഖാരി, മഖ്ദൂമി, ജഹാനിയാനി, ജഹാംഗഷ്, അവരാണ് ഇന്ത്യയിലേക്ക് വരുന്നതും സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ആദ്യം വന്ന് സഞ്ചരിച്ച് പിന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് അവരുടെ 5ാമത്തെ 6ാമത്തെ മകനായ ജലാലുദ്ദീൻ ബുഖാരി കേരളത്തിൽ വന്ന് അവിടെ താമസമാക്കുന്നു. ഇത് ഈ കർബല സംഭവത്തിന് ശേഷം അഹ്ലുബൈത്ത് പ്രവാചക കുടുംബം പല ഭാഗത്തായിട്ട് ചിതറുന്നുണ്ട്. അതുവരെ അവർ പ്രവാചകനോടുള്ള സ്നേഹത്തിൽ മദീനയിലും പരിസരത്തും തമ്പടിച്ചിരുന്നവർ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ തുടർന്ന് പല ഭാഗത്തും ചിതറുന്നു. അതിനെ തുടർന്ന് പലായനങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം ഇറാഖിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും പിന്നീട് യമനിലേക്കും എത്തി അഹമ്മദുൽ മുഹാജിറിൻ്റെ സന്തതികളാണ് ഇപ്പോൾ യമനിലുള്ള അഹ്ലുബൈത്ത് എന്ന് പറയുന്നത്. അവരാണ് പിന്നീട് ഇവിടെ വരുന്ന മമ്പുറം തങ്ങൾ, അതൊക്കെ ആ കുടുംബമാണ്. ഇങ്ങനെ വലിയൊരു പലായനം ഇസ്ലാമിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ്. 2 തരത്തിലുള്ള പലായനങ്ങളുണ്ട്. മതപ്രബോധനത്തിനുള്ള പലായനങ്ങളുണ്ട്, വൈജ്ഞാനിക അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമുള്ള പലായനങ്ങളുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് വ്യാപാരാവശ്യാർത്ഥമുള്ള പലായനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളിൽ സ്വാധീനിക്കുകയും ചെയ്യും. ഈ ആരാധനകൾക്ക് അപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു ജീവിത ശൈലിയിലും ഇവിടുത്തെ ഒരു പൊതുവായ നമ്മൾ കാഴ്ചയിൽ കാണുന്ന മാറ്റങ്ങളിൽ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള, വിശേഷിച്ച് യമനിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു കൈമാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഭക്ഷണ സംസ്കാരം, ഇപ്പോൾ കോഴിക്കോട് നമുക്ക് കാണാം വളരെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഭക്ഷണങ്ങളെ സ്വാഭാവികമായിട്ടും ഈ യാത്രകൾ സ്വാധീനിച്ചിരുന്നു. മൊറോക്കോയിൽ നിന്നും വന്ന ആളാണ് കോഴിക്കോട് ഇടിയങ്ങര പള്ളിയിലുള്ള അലാവുദ്ദീൻ ഹിംസി, കോഴിക്കോട് ഇടിയങ്ങര ദർഗ. അദ്ദേഹത്തിലൂടെയാണ് ഹലുവ പോലെയുള്ള ഒരുപാട് മധുര ഭക്ഷണ പലഹാരങ്ങൾ കോഴിക്കോടേക്ക് വരുന്നത്. ഇപ്പോഴും അവിടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആണ്ടു നേർച്ച, അതിൻ്റെ പേര് തന്നെ അപ്പവാണിഭ നേർച്ച എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പലഹാരങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമൂസ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ഭക്ഷണമാണല്ലോ. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന സോംസ, ഉസ്ബെക്കിസ്ഥാനാണ് സമൂസയുടെ ഉത്ഭവം. ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഭക്ഷണങ്ങളുടെ, നമ്മുടെ വസ്ത്രവിധാനങ്ങളുടെ കാര്യത്തിൽ അത് അറബ് സമൂഹത്തിൻ്റെ യാത്രകൾ, മുസ്ലിം സമൂഹത്തിൻ്റെ യാത്രകൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതല്ലാത്ത സമൂഹങ്ങളുടെ യാത്രകളും ജീവിതങ്ങളും ഇടപഴക്കങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ യമനിലെയും ഈജിപ്തിലെയും തുർക്കിയിലൊക്കെ ഇസ്ലാമിക് കൾച്ചർ വരുന്ന സമയത്ത് ഒരു ഇസ്ലാമിക് ടൗൺഷിപ്പ് കൾച്ചർ എന്നുള്ളത് പലപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള കാര്യമാണ്. കാരണം അവിടുത്തെ പല പുസ്തകങ്ങളിലും ഡോക്യുമെൻ്ററികളിലൊക്കെ കാണാം, മതപണ്ഡിതരായ ആളുകൾ തന്നെ ആയിരിക്കും അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്ന, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന, അത്യാധുനികമായ ഒരു സംവിധാനത്തിൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ കേരളത്തിൻ്റെ ഒരു മുസ്ലിം പരിസരം നോക്കുന്ന സമയത്ത് ഈ ഒരു 10 വർഷം മുമ്പ് വരെ
നമ്മൾ പരിമിതപ്പെട്ട സാമ്പത്തിക സാഹചര്യത്തിൽ കഴിയണം എന്നുള്ളതാണ് മതനിയമം ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ തൊട്ടുപുറത്ത് ഇപ്പൊ തന്നെ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കീഴിൽ ഈ നോളജ് സിറ്റി പോലെയുള്ള ടൗൺഷിപ്പ് കൾച്ചർ, ഇത്തരം ആശയങ്ങൾ വരുന്നു. ഇത് ഏതെങ്കിലും നിലക്കൊരു കൺവേർഷൻ ആണോ എന്നുള്ളത്? ലോകത്ത് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഫാത്തിമ അൽ ഫിഹ്രി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതയായ വനിതയാണ്. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മൊറോക്കോയിലെ ഫെസ് നഗരത്തിൽ ഒരു വിശാലമായ പള്ളി അവരുടെ പിതാവിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്തുക്കൾ വിറ്റിട്ടാണ് അവരത് നിർമ്മിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഓരോ തൂണുകളും ആണ് ക്ലാസ് റൂമുകൾ വിഭജിച്ചിരുന്നത്. ഇബ്നു ഖൽദൂനെ പോലെയുള്ള ആളുകൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ആളുകളാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ആ കെട്ടിടവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇന്നും നമുക്ക് ഫെസിൽ പോയാൽ കാണാം. ഇതിൻ്റെ ഒരു തുടർച്ച ആദ്യമായിട്ട് നമ്മളിപ്പോഴും ആധുനിക വ്യവഹാരങ്ങളിൽ പോലും ഒരു ഗ്രാജുവേഷൻ സിസ്റ്റം ഉണ്ട്. എന്തിനാണിത്, എവിടെ നിന്നത് വന്നു, നമുക്ക് എക്സാം എഴുതി പാസ്സായി മാർക്ക് ലിസ്റ്റ് വാങ്ങി പോയാൽ പോരെ. എങ്ങനെയാണ് ഗ്രാജുവേഷൻ സിസ്റ്റം വന്നത്? ഇപ്പോഴും നമ്മൾ ടെക്നിക്കലി സെനദ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നു. സെനദ് എവിടെ നിന്നാണ് വന്നത്? ഇത്തരം വ്യവസ്ഥാപിതമായിട്ട് ബിരുദം, ബിരുദാനന്തര ബിരുദം, ഇത്തരത്തിലുള്ള തലങ്ങളിൽ എഡ്യൂക്കേഷനെ കൊണ്ടുവരുന്നതും ഗ്രാജുവേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. കാരണം ഇസ്ലാമിൽ പ്രധാനമാണ് സനദ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്നും അതിൻ്റെ സനദ് കൈപ്പറ്റണം എന്നുള്ളത്, ആ താവഴി കൈപ്പറ്റണം എന്നുള്ളത് ഒരു ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഇത് പിന്നീട് ആധുനിക ജ്ഞാന വ്യവസ്ഥ പോലും വികസിക്കുന്നത് ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് മതപണ്ഡിതന്മാർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറായി കൂടാനൊന്നുമില്ല. ഇതൊക്കെ വികസിച്ചു വന്നത് അവിടെ നിന്നാണ്. ഞാൻ നേരത്തെ ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ 14 15 നൂറ്റാണ്ടൊക്കെയാണ് വരെ കാളി മുഹമ്മദ് അദ്ദേഹം 500 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ. ആ കാലഘട്ടത്തിൽ 500 പോയി 50 പുസ്തകങ്ങൾ എഴുതിയ ഒരാളെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനയാണല്ലോ മുഹിയുദ്ദീൻ മാല. ഇത് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മിസ്രിലുള്ള ഒരു പണ്ഡിതൻ്റെ ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഹിയുദ്ദീൻ മാല എഴുതുന്നത്. ഇപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ ആദ്യത്തെ മാപ്പിള ഒരു മലയാള കാവ്യം കൂടി ആദ്യത്തേതാണ് എന്നുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് തന്നെ കാളിയായിരുന്ന കാളി അബൂബക്കർ ബിൻ റമലാൻ, അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ രചിക്കപ്പെട്ട ഇമാം ബുസൂരിയുടെ ബുർദ ഇതിനെ അധികരിച്ചുകൊണ്ട് അതിനെ പഞ്ചവൽക്കരിച്ചുകൊണ്ട് അൽ വർദത്തു സക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വൈജ്ഞാനിക പാരമ്പര്യം എന്നുള്ളത് അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പല വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. നിലവിൽ അതിൻ്റെ വസ്തുത എന്താണ്, ഇനി എന്താണ് അതിലെ സാധ്യത എന്നുള്ളത്? നിലവിലിവിടെ ക്രെഡിറ്റ് എടുക്കാനുള്ള തർക്കങ്ങളും മറ്റുമൊക്കെയാണ്. ഞാൻ ആദ്യം പറയുന്നത്, ഇതിൽ നമ്മളാരും ക്രെഡിറ്റ് എടുക്കേണ്ട ഒരു സംഗതിയല്ല ഇതിൻ്റെ ക്രെഡിറ്റ് തലാലിൻ്റെ കുടുംബത്തിനാണ്. നോക്കൂ, അവരുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടു, അവരുടെ ഒരു മകൻ കൊല്ലപ്പെട്ടു, വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്ത ആൾക്ക് കുടുംബം മാപ്പ് നൽകുക എന്ന് പറയുന്നത്, ആ മാപ്പിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് മാത്രമാണ്. 16-ാം തീയതി നടക്കേണ്ടിയിരുന്ന കൊലപാതകം അവസാന ഘട്ടത്തിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളും കെ ബാബു MLA പോലെയുള്ള ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും പിന്നെ ഇവരൊക്കെയും അവസാന ഘട്ടത്തിലാണ് ഉസ്താദിനെ ബന്ധപ്പെടുന്നത്. ചാണ്ടിയമ്മനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു വഴിയുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാന ഘട്ടത്തിൽ തൻ്റെ സൗഹൃദ ഇടപെടലിലൂടെ വധശിക്ഷ മാറ്റിവെക്കാൻ സാധിച്ചു. കുടുംബവുമായിട്ടുള്ള ആ സംഭാഷണം ആരംഭിക്കാനും ഉസ്താദിന് സാധിച്ചു. ഉസ്താദിൻ്റെ ഉത്തരവാദിത്വം ഉസ്താദ് നിർവഹിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇനി കുടുംബവുമായിട്ട് സംസാരിക്കുകയും ആവശ്യമായ ധ്യാമണിയുടെ കാര്യത്തിൽ ധാരണയിലെത്തുകയും മോചിപ്പിക്കുകയും ചെയ്യാനുള്ള വഴി ഉസ്താദ് തുറന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കേണ്ട ഒന്നല്ല. ക്രെഡിറ്റ് മാപ്പ് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന കുടുംബത്തിന് മാത്രമാണ്. അതായത് ഒരു സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമാണ്, ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അതിന് കോടതി ശിക്ഷ വിധിച്ച ഒരാളാണ്. ആ വിഷയത്തിൽ സ്വാഭാവികമായി തന്നെ അതിൻ്റെ നിയമ നടപടി തുടരട്ടെ. എന്തിനാണ് കേരളത്തിൽ നിന്നൊരു മതപണ്ഡിതൻ ഈ വിഷയത്തിൽ ഒരു എക്സ്ട്രാ താല്പര്യം എടുക്കുന്നത്, അതിന് വലിയ പിന്തുണ നേടുന്നു? ഇതൊരു പൊതുവായി ഉയരുന്നൊരു സംശയമാണ്. ഇതിലേ ഒരു രാജ്യത്തെയും നിയമവ്യവസ്ഥ, ഉസ്താദിൻ്റെ ഇടപെടൽ യമൻ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ശരിയ നിയമത്തിൻ്റെയോ പുറത്തു നിന്നുള്ളൊരു ഇടപെടലല്ല. ഇപ്പം ശരിയ നിയമത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് വധശിക്ഷയ്ക്ക് നടപ്പിലായാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമം എങ്ങനെയാണ്? പ്രസിഡൻറ്റിന് മാപ്പ് കൊടുക്കാം,
അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വർത്തമാന ഇന്ത്യയിൽ അതിലെത്രത്തോളം അന്യായങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. പ്രസിഡന്റിനെ പൊളിറ്റിക്കൽ സ്പേസ് തിരഞ്ഞെടുക്കുന്ന എന്നുള്ളത്. രീതിയിലും പ്രസിഡന്റിന്റെ ഇടപെടലുകളിലും എത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമായിട്ടായിരിക്കും അതിൽ ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവിടെ വളരെ നീതിപൂർവമായ ഒരു കാര്യമാണ് കുടുംബത്തിന് മാപ്പ് നൽകാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തുകയും ആ മാപ്പ് നൽകാനുള്ള സാധ്യത അന്വേഷിക്കുകയും അതിന് കുടുംബത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് കാന്തപുരം ഉസ്താദും ഹബീബ് ഉമറും ചെയ്തത്. അത് ഇസ്ലാമിക ശരിയ നിയമത്തിൻ്റെ ഉള്ളിലുള്ള മഹത്തായ മതപരമായി കൂടി വളരെ മഹത്തായ ഒരു പ്രവർത്തനമാണ്. നമ്മളുടെ ഒരു ഇന്ത്യൻ പീനൽ കോഡും അതിന്റെ നിയമങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് ശീലം ഉണ്ടാവുക. ഇതിൽ നിന്ന് ഈ യമൻ ഭരണകൂടത്തിന് കീഴിലുള്ള അതല്ലെങ്കിൽ വ്യത്യസ്തമായ അവിടുത്തെ ഈ ജിനായത്ത് കോടതി എന്നുള്ളതും ഈ ശരിയാത്ത് ലോ എന്നൊക്കെ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു സാങ്കേതികമായ കുറേ പദങ്ങൾ ഇതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ശരീഅത്ത് ലോ എന്നുള്ളത് ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് ആ നൂറ്റാണ്ടിൽ ഇവിടെ വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളൊന്നുമില്ല. ഓരോ ഗോത്രങ്ങൾ അവരുടേതായ നിയമങ്ങൾ, ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ളൊരു കാലമാണ്. ആധുനിക നിയമ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഏകദേശം 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ അന്ന് പ്രവാചകൻ തൻ്റെ 23 കൊല്ലത്തെ ജീവിതത്തിൽ അവതരിപ്പിച്ചൊരു നിയമമാണ്. 2 തലമാണുള്ളത്, മനുഷ്യൻ്റെ മതപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടതും പിന്നെ ഇത്തരം കാര്യങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും മദീന കേന്ദ്രമായിട്ടുള്ളൊരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും. ഇതിൽ ജിനായത്ത് കോടതി എന്ന് പറയുന്നത് ക്രിമിനൽ കോടതിയാണ്. അപ്പോൾ ഈ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും വശങ്ങളും അതിൻ്റെ മാനവിക തലങ്ങളും വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ പിന്നീട് വന്ന ആധുനിക നിയമങ്ങൾ പോലും അടിസ്ഥാനമാക്കുന്നത് അവരൊരു മുൻ മാതൃകയായി സ്വീകരിക്കുന്നത് ഈ ഇസ്ലാമിക് ലോനെയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വക്കീൽ എന്നുള്ള പദം വന്നത് എവിടെ നിന്നാണ്? അറബിയിൽ നിന്നാണ്. മുൻസിഫ് കോർട്ട്സ് എന്ന് പറയും. മുൻസിഫ് എന്നുള്ള പദം അറബിയാണ്. തഹസിൽദാർ എന്ന് പറയും. തഹസിൽദാർ എന്നുള്ള ഇതൊക്കെ ഇസ്ലാമിക് ശരിയയിലെ ടെർമിനോളജികളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ആധുനിക നിയമവ്യവസ്ഥകളിൽ കൂടി വന്നത്? സ്വാഭാവികമായിട്ടും പിന്നീട് പല രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥകൾ രൂപപ്പെടുന്നത് പോലും ഇസ്ലാമിക് ശരിയ ലോയിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ കേസിൻ്റെ ഒരു പുതിയ അപ്ഡേഷനിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ കുറേ ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് ഈ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മലയാളികളായ കുറേ ആളുകൾ അവരുമായി സംസാരിക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു ലക്ഷ്യത്തിന് പുറത്തേക്ക് ഇത് ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ പോയി. ഒരു ഘട്ടത്തിൽ ഈ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് മലയാള മാധ്യമങ്ങളുടെ ഗ്രാഫിക് കാർഡുകൾ വരെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്തിൽ പോസ്റ്റ് ഇടുന്ന സാഹചര്യം എന്നുള്ളത് ഇത് ഏതെങ്കിലും നിരക്ക് ഈ വിഷയത്തിൻ്റെ ഒരു മെറിറ്റിനെ ബാധിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും കുറച്ച് സങ്കീർണമാക്കിയിട്ടുണ്ട് സാഹചര്യങ്ങൾ. വളരെ എളുപ്പത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി. പക്ഷെ എന്തായാലും അത് വളരെ ആശ്വാസകരമായൊരു പര്യവസാനത്തിലെത്തും എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ദ ഫെഡറലിൻ്റെ അഭിമുഖത്തിലൊക്കെ ഉസ്താദ് അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഉസ്താദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഉസ്താദ് നിർവഹിച്ചു. ഇനി കുടുംബത്തിനും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും സംഭാഷണം നടത്താനുള്ള സാഹചര്യം തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി ഗവൺമെൻറ്റോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ എന്തായെങ്കിലും സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ അതും ചെയ്തു കൊടുക്കും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. മറിച്ച് ഇവിടെ ഒരു വളരെ സങ്കീർണമായ വളരെ വില കുറഞ്ഞ ചില സംഘർഷങ്ങളും ക്രെഡിറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗവാക്കാനില്ല. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു. നിങ്ങൾക്കിനി അവരുമായി സംഭാഷണം നടത്തി ദിയാമണി നൽകി മോചിപ്പിക്കാം. അതിലെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാൻ ഇടപെടാം എന്ന് ഉസ്താദ് ഫെഡറലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അഭിമുഖത്തിൽ തന്നെ പരാമർശം ചെയ്യുന്ന ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ പ്രകടമായ ഒരു ഉദാഹരണം എന്നുള്ളത് ഈ വിഷയം ആദ്യമായി മർക്കസിൻ്റെ ഓഫീസിൽ നിന്നോ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നോ അല്ല പുറത്തേക്ക് വരുന്നത്. ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ പ്രധാനപ്പെട്ട പല മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിക്കാനില്ല, ഇതൊരു ക്രെഡിറ്റ് എടുക്കുന്ന ചർച്ചയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വഴിമാറുമെന്നുള്ളൊരു ഒരു പരാമർശം വരുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം അവിടെ ഉണ്ടായ സമയത്താണ് ഉസ്താദ് ഒരു പൊതുവേദിയിൽ മർക്കസിൽ തന്നെ ഒരു വേദിയിൽ ഇത് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടക്കുന്ന ചർച്ചകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഉസ്താദിനെ പോലെ ഒരു മതപണ്ഡിതൻ ഇടപെട്ടു എന്നുള്ളതായിരിക്കോ ഇത്തരം ഒരു ആശങ്കകരമായ രീതിയിലേക്ക് ഒരു ചർച്ച പോയി എന്നുള്ളത്? ഇതിൽ ഈ വിവരം പുറം ലോകം അറിയുന്നത് ഈ വിഷയത്തിൻ്റെ ഭാഗവാക്കായിരുന്ന ശ്രീ അനൂപ് വിആർ യൂത്ത് കോൺഗ്രസിൻ്റെ അവരും ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരുപക്ഷെ ആദ്യം ആക്ഷൻ കൗൺസിലിൻ്റെ ഒക്കെ കൂടെ അവരും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് ഉസ്താദിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ അപ്ഡേഷനുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സന്തോഷം ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഒരിക്കലും ഇത് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാനോ മറ്റൊന്നും ഉസ്താദിൻ്റെ ഓഫീസിൽ വിചാരിച്ചിരുന്നതല്ല. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നുണ്ട്.
അദ്ദേഹം പോസ്റ്റ് ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദിൻ്റെ ഓഫീസിലേക്ക് ആളുകൾ അന്വേഷിക്കും. അപ്പോൾ അവർ മറുപടികൾ നൽകാനും വിശദീകരണം നൽകാനും നിർബന്ധിതരാകും. ഇതല്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ക്രെഡിറ്റിനോ ഉസ്താദിന് ഇതിൻ്റെ ഈ ക്രെഡിറ്റിൻ്റെ ആവശ്യമൊന്നും ഈ പ്രായത്തിൽ ഇല്ലല്ലോ. കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ മലയാളികൾക്ക് അറിയുന്നതാണ്. ശരിക്ക് കുറച്ചും കൂടി പുറത്ത് യാത്ര ചെയ്താലും നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ. ഒരു ഇന്ന് കേരളത്തിലുള്ളൊരു വിശ്വ പൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ നമ്മുടെ IR പോളിസികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ഇടപാടുകൾക്ക് ആവശ്യമായിടത്ത് ഉപയോഗിക്കുക എന്നതാണ് ഒരു രാജ്യം ചെയ്യേണ്ടത്.